നമസ്കാരം. ദിവ്യ എസ് അയ്യർ കോൺഗ്രസ് നേതാവ് ശബരിനാഥന്റെ ഭാര്യ, യുവ IAS ഓഫീസർ. എന്നാൽ ദിവ്യയുടെ ഇടതുപക്ഷ അനുഭാവവും പിണറായി പ്രകീർത്തനവും കുറച്ചൊന്നുമല്ല കോൺഗ്രസുകാരെ ചൊടിപ്പിച്ചത്. അന്ന് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന ദിവ്യയെ എന്നാൽ അധികാരത്തിൽ വന്ന ഉടനെ ഒരൊറ്റ തട്ടുതട്ടി സതീശൻ. ഇപ്പോൾ അതിനു പിന്നിലെ കാരണങ്ങൾ മറനീക്കി പുറത്തുവരികയാണ്. വിഴിഞ്ഞം തുറമുഖ വിഷയത്തിൽ മുഖ്യമന്ത്രി VD സതീശനെതിരെ ആരോപണവുമായി CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് രംഗത്ത് വന്നു. ദിവ്യ സയ്യരെ തൽസ്ഥാനത്ത് നിന്ന് നീക്കാൻ അദാനി അധികൃതർ നീക്കം നടത്തിയെന്നും എന്നാൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഉറച്ച നിലപാടിൽ ആ നീക്കം നടന്നില്ല എന്നും രാഗേഷ് തുറന്നു പറയുകയാണ്. VD സതീശൻ ചാർജ് എടുത്ത ഉടൻ തന്നെ ദിവ്യ സയ്യർക്ക് സ്ഥാനചലനം ഉണ്ടായി എന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ചാർട്ടേഡ് വിമാനത്തിൽ മംഗലാപുരത്തേക്ക് പോയി VD സതീശൻ അദാനി സംഘത്തെ കണ്ടതിന്റെ ഫലം ഓരോന്നായി പുറത്തുവരാൻ തുടങ്ങിയിരിക്കുന്നുവെന്നും രാഗേഷ് ആരോപിച്ചു. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയെ, ഭാവി കേരളത്തിന്റെ പ്രതീക്ഷയെ കോർപ്പറേറ്റുകൾക്ക് അടിയറവ് വെച്ച UDF സർക്കാരും മുഖ്യമന്ത്രി VD സതീശനുമെതിരെ അതിശക്തമായ ജനരോക്ഷം ഉയരുമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ചു. ഇനി ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം എങ്ങനെയാണ് എന്ന് നോക്കാം. ചാർട്ടേഡ് വിമാനത്തിൽ മംഗലാപുരത്തേക്ക് പോയി VD സതീശൻ അദാനി സംഘത്തെ കണ്ടതിന്റെ ഫലം ഓരോന്നായി പുറത്തു വരാൻ തുടങ്ങിയിരിക്കുന്നു. വകുപ്പ് ഏറ്റെടുത്തപ്പോൾ ധനകാര്യത്തോടൊപ്പം തുറമുഖവും മുഖ്യമന്ത്രി ഏറ്റെടുത്തത് യാദൃച്ഛികമല്ല എന്ന് ഇപ്പോൾ വ്യക്തമാകും. ഒരുപക്ഷെ മുഖ്യമന്ത്രി തന്നെ തുറമുഖ വകുപ്പും ഏറ്റെടുത്ത കേരള ചരിത്രത്തിലെ ആദ്യത്തെ മന്ത്രിസഭ. മാത്രമല്ല, സ്വന്തം ഓഫീസിലെ സെക്രട്ടറിയെ തന്നെ തുറമുഖ വകുപ്പ് സെക്രട്ടറിയുമാക്കി മണിക്കൂറുകൾക്കകം നിയമിക്കുന്നു. വിഴിഞ്ഞം പോർട്ടിന്റെ വളർച്ചയിൽ തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഡോക്ടർ ദിവ്യ എസ് അയ്യർ IASനെ രാമാനം സ്ഥലം മാറ്റുന്നു. പകരം വരുന്നതാകട്ടെ തുറമുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും കൃത്യമായ ധാരണയില്ലാത്ത പുതിയൊരാൾ. അദാനി പോർട്ട് അധികൃതർ ജൂൺ 29-ന് വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരി കൈമാറിക്കൊണ്ടുള്ള കരാറിൽ ഒപ്പിടുന്നു. തുടർന്ന് സെബിയുടെ അംഗീകാരത്തിനായി തിരക്കിട്ട നീക്കവും നടക്കുന്നു. മുഖ്യമന്ത്രി VD സതീശന്റെ താനൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിലുള്ള നിയമസഭയിലെ മറുപടിയും നാം കാണും. അത് ഏറ്റുപിടിച്ച് ചില നിഷ്കളങ്ക മാധ്യമങ്ങളും രംഗത്തിറങ്ങും. അസൽ ക്രിമിനൽ ബുദ്ധി കൊള്ളാം. പൂക്കി മുഖ്യന്റെ അഭിനയങ്ങൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന പ്രതിനായകന്റെ കപടമുഖം ഇനിയാണ് മറനീക്കി പുറത്തു വരാൻ തുടങ്ങുന്നത്. ഭരണം RSSനെ പണയപ്പെടുത്താൻ ശ്രമിക്കുന്നത് പോലെ പൊതുമുതൽ അദാനിക്കും തീരെഴുതാനുള്ള എല്ലാ ഇടപാടുകളും നടന്നു കഴിഞ്ഞു. വിഴിഞ്ഞം കരാറിലെ വ്യവസ്ഥയിൽ അദാനി അധികൃതർ എന്തെങ്കിലും വിധത്തിലുള്ള വ്യതിയാനം വരുത്താൻ ശ്രമിച്ച ഘട്ടത്തിലെല്ലാം അത് തടയുന്നതിന് സംസ്ഥാന താൽപര്യാർത്ഥം അതീവ ജാഗ്രതയോടെ ഇടപെട്ട ഉദ്യോഗസ്ഥയായിരുന്നു ഡോക്ടർ ദിവ്യ എസ് അയ്യർ. അദാനി അധികൃതർക്ക് ഇത് അന്നേ അത്ര രസിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദിവ്യ എസ് അയ്യരെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ പലതവണ നീക്കമുണ്ടായി. പോർട്ടിന്റെ കാര്യം നിങ്ങൾ നോക്കിയാൽ മതി, ഞങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാമെന്ന് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉറച്ച നിലപാടിന് മുന്നിൽ അദാനിയുടെ ഉദ്ദേശങ്ങളൊന്നും നടന്നില്ല. പുതിയ മുഖ്യമന്ത്രി ചാർജ് എടുത്ത ഉടനെ ആ ഉദ്യോഗസ്ഥയ്ക്ക് സ്ഥാനചലനം ഉണ്ടായിരിക്കുന്നു. മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ചാർട്ടേഡ് ഫ്ലൈറ്റിൽ എന്തിനാണ് മംഗലപുരം യാത്ര നടത്തിയത്? ആ ഫ്ലൈറ്റിന്റെ വാടക ഇനത്തിൽ ലക്ഷക്കണക്കിന് രൂപ ആര് വഹിച്ചു? ഭരണമാറ്റം ഉണ്ടായ ഉടനെ തന്നെ തന്ത്രപ്രധാനമായ ഒരു പ്രൊജക്ടിന്റെ മേധാവി ഡോക്ടർ ദിവ്യ എസ് അയ്യരെ സ്ഥലം മാറ്റി പകരം ഒട്ടും അനുഭവ പരിജ്ഞാനമില്ലാത്ത ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കാനുള്ള കാരണം എന്താണ്? മുഖ്യമന്ത്രിയുടെ വാക്കാൽ അനുമതിയില്ലാതെ കരാർ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി ഓഹരി വിൽപ്പനയ്ക്കുള്ള കരാർ ഉണ്ടാക്കാനും തുടർ നടപടി സ്വീകരിക്കാനും അദാനി ധൈര്യപ്പെടില്ല എന്ന് തന്നെയാണ് കേരള സമൂഹം വിശ്വസിക്കുന്നത്. പലതവണ ചോദ്യങ്ങൾ ഉയർന്നെങ്കിലും ഒന്നിനും മുഖ്യമന്ത്രി കൃത്യമായി പ്രതികരിക്കുന്നില്ല. വിഴിഞ്ഞം തുറമുഖത്തിനായി സംസ്ഥാന സർക്കാർ 5400 കോടി രൂപ ചെലവഴിച്ചപ്പോൾ അദാനി ചെലവഴിച്ചത് 2400 കോടി രൂപ മാത്രമാണ്. 2400 കോടി രൂപ ചെലവഴിച്ച അദാനിക്ക് അവരുടെ 49% ഓഹരി കൈമാറ്റം ചെയ്യുന്നതിലൂടെ 13000 കോടിയിലേറെ രൂപയാണ് ലഭിക്കാൻ പോകുന്നത്. ഈ ഇടപാടിൽ എത്ര കോടിയുടെ കൈമാറ്റം നടന്നു എന്നത് ഇതിൽ നിന്ന് തന്നെ ഊഹിക്കാൻ കഴിയും. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖങ്ങളിൽ ഒന്നാണ് വിഴിഞ്ഞം. MSC എന്ന ഷിപ്പിംഗ് കമ്പനി ഭീമൻ തുറമുഖ ഓഹരി കൈയടക്കുന്നതിലൂടെ വിഴിഞ്ഞം പോർട്ട് MSCയുടെ കയ്യിലാകും. മറ്റ് ഷിപ്പിംഗ് കമ്പനികൾക്ക് ഇവിടെ പ്രവേശിക്കാൻ MSC അനുമതി നൽകണമെന്നില്ല. അദാനിയുടെ മുന്ദ്ര പോർട്ടിലും MSCക്ക് ഓഹരിയുണ്ട്. സർക്കാരുമായി പങ്കാളിത്തമില്ലാത്ത മുന്ദ്ര പോർട്ടിലേക്ക് വിഴിഞ്ഞം പോർട്ടിലെ വരുമാനം മാറ്റുന്നതിനും ഇത് വഴിവെക്കും. പോർട്ട് വികസനത്തിനായി ഇടപെടുന്ന പൊതുമേഖലാ കമ്പനികളുടെയും വഴിയടയും. മാത്രമല്ല, പോർട്ട് അനുബന്ധ വികസനങ്ങളെയും ഇത് ഗുരുതരമായി ബാധിക്കാൻ പോവുകയാണ്. ഓഹരി കൈമാറ്റം എംപവേർഡ് കമ്പനിയും ഇടപെട്ട് പരിശോധിക്കുമെന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നത്. ചീഫ് സെക്രട്ടറിക്ക് പുറമെ മുഖ്യമന്ത്രിയുടെ സ്വന്തം വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരാണ് കമ്മിറ്റിയിലുള്ളത്. തുറമുഖ സെക്രട്ടറി എഴുതുന്ന ഫയൽ മുഖ്യമന്ത്രിക്കും തുടർന്ന് ധനമന്ത്രിക്കും വീണ്ടും പരിശോധനയ്ക്ക് നിയമമന്ത്രിക്കും എത്തിയതിനു ശേഷമാണ് മുഖ്യമന്ത്രി അന്തിമ തീരുമാനമെടുക്കുന്നത്. കേരള ചരിത്രത്തിൽ ആദ്യമായി ഈ 3 വകുപ്പുകളും ഒരാളാണ് കൈകാര്യം ചെയ്യുന്നത് എന്നത് മറ്റൊരു വിസ്മയം. ചുരുക്കത്തിൽ VD സതീശന്റെ മനസ്സിലുള്ള പദ്ധതി എംപവേർഡ് കമ്പനിയിലൂടെ നടപ്പാക്കാനുള്ള തന്ത്രമാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. ഇത്തരമൊരു ഓഹരി കൈമാറ്റത്തിന് സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണ് എന്നാണ് കരാർ രേഖകൾ.
ഈ ഓഹരി വിൽപ്പനയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ സതീശൻ തയ്യാറാകുമോ എന്നതും പ്രസക്തമാണ്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയെ, ഭാവി കേരളത്തിന്റെ പ്രതീക്ഷയെ കോർപ്പറേറ്റുകൾക്ക് അടിയറവ് വെച്ച UDF സർക്കാരും മുഖ്യമന്ത്രി VD സതീശനുമെതിരെ അതിശക്തമായ ജനരോക്ഷം ഉയരുക തന്നെ ചെയ്യും.